ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് സ്വാ. സോ ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഒരു അടിപൊളി വാൾ ഡെക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ തികച്ചും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഹോം സ്വീറ്റ് ഹോം എന്നുള്ള, അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മോൾഡിറ്റ് യൂസ് ചെയ്തത്. അതിനൊരു 25 റുപ്പീസേ ഉള്ളൂ. ആൻഡ് നമുക്കിത് ചെയ്യുന്ന കണ്ടാലോ? കമാ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പിസ്താഷ്യലാണ്. അത് വേസ്റ്റ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കളർ റെഡാണ് ആൻഡ് അതുപോലെ തന്നെ പിങ്കുമാണ്. അപ്പോൾ ഞാൻ റെഡും ഒരു പിങ്ക് കളർ ഫ്ലവറുമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പിസ്താഷ്യയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള പിസ്താഷ്യയിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. റെഡും അതുപോലെ തന്നെ പിങ്കുമാണ്. ആൻഡ് ഇതിൻ്റെ ഉൾഭാഗം നമ്മളൊരു ബേബി പിങ്ക് കളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ആദ്യം ഒരു പിസ്താഷ്യയിലെടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം, കണ്ടില്ലേ, അത് രണ്ടും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ മുട്ട് പോലെയാവും. അതിനുശേഷം അതിന് ചുറ്റും ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോരോ പിസ്താഷ്യയിൽ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചെടുക്കുക. കണ്ടില്ലേ, എല്ലാ സൈഡ്സിലും. അപ്പോൾ നമുക്ക് അവിടെ നിലത്ത് ഞാൻ വെച്ചത് കണ്ടില്ലേ, ഒരു റെഡ് ഫ്ലവർ, ആദ്യത്തെ റെഡ് ഫ്ലവർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് പിങ്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റെഡ് ഫ്ലവർ പോലെ തന്നെ നമ്മളുടെ പിങ്ക് ഫ്ലവറും നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഗ്ലൂ ഗണ്ണൊക്കെ ആവശ്യമാണല്ലോ. ആക്ച്വലി നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, എന്തുകൊണ്ടും ഒരു ഗ്ലൂ ഗണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഗ്ലൂ ഗണ്ണ് ഒരു 250 റുപ്പീസിനൊക്കെ ഞാൻ വാങ്ങിച്ച ഗ്ലൂ ഗണ്ണ് 200 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് കോഴിക്കോട് എഡ്യൂമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പം അതിൻ്റെ സ്റ്റിക്കും നമുക്ക് കിട്ടും. അതിൻ്റെ പുറകിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് തീരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല അത്. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും എന്തുകൊണ്ടും ഒരു ഗ്ലൂ ഗണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഈ ഗ്ലൂ ഗൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരുവിധം എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുമ്പോഴും നമ്മൾ ഗ്ലൂ ഗൺ എല്ലാ സ്ഥലത്തും കാണാറുണ്ടല്ലേ. ഇപ്പോൾ അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലൂ ഗൺ വാങ്ങിച്ച് വെക്കുക. ആൻഡ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളുടെ പിസ്താഷ്യൽ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്ന് പറയുന്നത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡും നമ്മൾ വേസ്റ്റ് മെറ്റീരിയലാണ്. ഞാനിത് നയിക്കേണ്ട ഒരു ബോക്സ് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലെടുത്താണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും വലുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇതിനേക്കാളും ചെറുതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം കണ്ടില്ലേ, ഇങ്ങനത്തെ സ്മോൾ പീസസ് അതിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു വുഡൻ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വുഡിൻ്റെ മുകളിൽ ആ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത പോലെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലത്തെ പീസായിട്ടുള്ള കാർഡ്ബോർഡ് നമ്മൾ ആ വലിയ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുഴുവനായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക.
ഈ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഫെവിക്കോൾ ഇട്ട് കൊടുക്കും. ഇത് നമ്മളൊരു ഫെവിക്കോൾ പ്ലസ് വാട്ടർ മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മേലേക്ക് ടിഷ്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്, ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. സോ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഫെവിക്കോൾ പ്ലസ് വാട്ടർ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ കണ്ടില്ലേ, ഇതുപോലെ ടിഷ്യൂ പീസസ് ആക്കിയതിന് ശേഷം ഈ കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫെവിക്കോൾ പ്ലസ് വാട്ടർ മിക്സ്ചർ വെച്ചിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിത് 3 ലെയേഴ്സാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ലെയറാണ്. ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും ടിഷ്യൂവും വെച്ച് ഇട്ട് കൊടുത്തു. ആൻഡ് ദെൻ മൂന്നാമത്തെ ലെയറും ഇട്ട് കൊടുത്തു. ആൻഡ് ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ലെയർ അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, പെയിൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഞാൻ ഹെയർ ഡ്രയർ ഉണ്ട്. ഹെയർ ഡ്രയർ ഞാൻ ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. അതിൻ്റെ പേർപ്പസ് അതാണെങ്കിലും പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നത് എൻ്റെ പെയിൻറ്റിങ്സും ഇതുപോലുള്ള ഐറ്റംസും ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ എന്തെങ്കിലും ഒട്ടിച്ചിട്ടൊക്കെ എന്തെങ്കിലും അത് പെട്ടെന്ന് ഡ്രൈ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യാറ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ലെയേഴ്സും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ആ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് പെട്ടെന്നൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് നിങ്ങളതിൽ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ടിഷ്യൂൻ്റെ ലെയേഴ്സ് നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നമ്മളിതൊരു വുഡൻ ഇഫക്റ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ കളർ പ്രിപ്പയർ ചെയ്യുക. സോ ഇതിന് വേണ്ടി ഞാനിവിടെ ബേൺ സിയന്ന എന്ന് പറഞ്ഞൊരു ബ്രൗൺ കളറുണ്ട്. ആ കളറും അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതിനേക്കാളും ലൈറ്റായിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ എന്താ പറയുക, നമ്മളുടെ ഈ വുഡൻ കളേഴ്സിൻ്റെ എങ്ങനെയാണ് വുഡൻ കളർ മിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. സോ ഇത് ഞാൻ ബേൺ സിയന്ന എന്ന് പറഞ്ഞൊരു ബ്രൗൺ കളറും ആൻഡ് ബ്ലാക്കും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. സോ അത് നമ്മൾ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിന്നെയും അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് മോൾഡിറ്റ് ആവശ്യം. മോൾഡിറ്റ് എന്തിനാണ്, നമ്മൾ ആ ഒരു തണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും ആൻഡ് നമ്മളുടെ ആ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ടുള്ളത് ഈ മോൾഡിറ്റ് വെച്ചിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോൾഡിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക ആൻഡ് അത് നേരിയതായിട്ട്, അതായത് തിന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തിന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇനി കാണാൻ പോകുന്ന ഈ ഒരു തിക്നെസ്സിലാണ് ഞാനത് എന്ത് ചെയ്തിട്ടുള്ളത്, ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള തണ്ട് വെച്ച് കൊടുക്കും. 2 ഫ്ലവേഴ്സ് ഉണ്ട്, 2 ഫ്ലവേഴ്സിന് വേണ്ട തണ്ടായിട്ട് ഇത് യൂസ് ചെയ്യും. ആൻഡ് അതിന് ശേഷം ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ ആ ഹോം സ്വീറ്റ് ഹോം എന്നുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് ശേഷം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
ദാ ആ തണ്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ലീഫ് ആവശ്യമാണല്ലേ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പിസ്താഷ്യൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഗ്രീൻ അപ്ലൈ ചെയ്തിട്ട് അത് ലീഫാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അത് ഡ്രൈ ആവാൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ മോൾഡിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലെറ്റേഴ്സ് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി സ്മോൾ ലെറ്റേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കേഴ്സീവ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ ഐഡിയാസും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്രിഫറൻസസും അനുസരിച്ചിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ മാറ്റുകയും പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യും ഒക്കെ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതുപോലെ നമ്മളുടെ മോൾഡിറ്റ് ഹോം സ്വീറ്റ് ഹോം എന്നുള്ളതിൽ കട്ട് ചെയ്യാം. ആൻഡ് അതല്ല നിങ്ങൾക്കിപ്പോൾ ഹോം സ്വീറ്റ് ഹോം വേണ്ട, വെൽക്കം ഹോം മതി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ആൻഡ് എപ്പോഴത്തെ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ വീഡിയോസ് അതിൻ്റെ കണ്ടൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് ഇതൊക്കെ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു തണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു തണ്ട് ഞാനിതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ തണ്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയത് നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്കൈ ബ്ലൂ കളറും പിന്നെ അതുപോലെ തന്നെ ഒരു ലാവൻഡർ കളറുമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഹോമിനും ഞാൻ ആ സ്കൈ ബ്ലൂവും പിന്നെ ലാവൻഡർ കളറ് ഞാൻ ആ സ്വീറ്റ് എന്നുള്ളതിനും കൂടിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനൊരു നല്ലൊരു എഫക്റ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് പോലെ അതിൻ്റെ അറ്റത്തൊക്കെ ഞാൻ വൈറ്റും പിന്നെ ലാവൻഡറും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അത് ഷെയ്ഡിങ് കൊടുത്തത് ഞാനിതിൽ കാണിക്കുന്നില്ല, അത് എനിക്ക് അവസാനം തോന്നിയൊരു ഐഡിയ ആണ്. അത് കാരണം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അവസാനത്തെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങൾക്കിതുപോലെ വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നും ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് കളേഴ്സ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ആൻഡ് ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അവസാനത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പിസ്താഷ്യൽസ് നമ്മൾ ലീഫായിട്ട് വെക്കാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് സ്റ്റിക്ക് ചെയ്യണമല്ലോ. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ തണ്ടിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ആ പിസ്താഷ്യൽസ് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി വോൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇത് ഫുള്ളി വേസ്റ്റിൽ നിന്ന് തയ്യാറാക്കി എടുത്തതാണ്. ആകെ നമുക്ക് ആവശ്യമുള്ളത് മോൾഡിറ്റാണ്. ആ മോൾഡിറ്റ് നമുക്ക് 25 റുപ്പീസ് കൊടുത്താൽ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആ പാക്കറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സാധനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ അടിപൊളി വോൾ ഡെക്കർ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാർഡ്ബോർഡും നമ്മളുടെ പിസ്ത ഷെൽസും പിന്നെ അതുപോലെ തന്നെ മോൾഡിറ്റൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി വോൾ ഡെക്കർ തീർച്ചയായിട്ടും ചെയ്യുക. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.